നമസ്കാരം. നമ്മുടെ ബിഗ് ബോസ് അങ്ങനെ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 6 ബിഗ് ബോസ് കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാര്യം ആദ്യത്തെ 1, 2 ആഴ്ചയൊക്കെ മുൻകാലങ്ങളിൽ വളരെ സിമ്പിളായിട്ടൊക്കെയാ പൊക്കോണ്ടിരുന്നത്. ഇത് കേറിയ ദിവസം മുതല് 8ന്റെ പണി, 7ന്റെ പണിയല്ല 8ന്റെ പണി കിട്ടി. കാര്യം അതുപോലുള്ള ടാസ്കുകളാണ്. അവർക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് പോലും അകത്ത് കൊണ്ടുപോകണമെങ്കിൽ പോയിന്റുകൾ കരസ്ഥമാക്കണം. അല്ലെങ്കിൽ ഗെയിമിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഓരോരുത്തര് അതിനുവേണ്ടി കഠിന ശ്രമം നടത്തിയൊക്കെ നമ്മൾ കാണാം. പക്ഷെ കൊണ്ടുപോയിട്ട് അകത്ത് കൊണ്ടുപോയി ഈ ആഴ്ച നടന്ന അകത്ത് ജിസേലിന്റെ പുറത്ത് വെക്കാൻ പറഞ്ഞിട്ടും പുറത്ത് വെക്കാതെ അകത്ത് കൊണ്ടുപോയ കഥകളൊക്കെ നമ്മൾ കണ്ടതാ. ഞാനിപ്പോ പറയാൻ വന്നത് നമ്മുടെ രേണുസുതി ബിഗ് ബോസിനേക്കായും ഏഷ്യാനെറ്റിനേക്കായാലും അതിബുദ്ധി ഉള്ള ഒരു സ്ത്രീയാണെന്ന് തെളിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, പോകുന്നതിന് മുമ്പേ ചേച്ചിയെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു വെച്ചു. ഞാൻ ഔട്ടാകാൻ പോവാണ്. സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, ഞാൻ ഇനി അഭിനയിക്കണം എന്നാഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഈ ഏഷ്യാനെറ്റിന്റെ ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു കണ്ടസ്റ്റന്റും ചെയ്തിട്ടില്ല. PR വർക്ക്സ് ഒക്കെ ഈ ചിലരൊക്കെ പൈസ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു പണി ആരും കണ്ടിട്ടില്ല. പരന്താണ് ഇത് ഇറങ്ങിയപ്പം മുതൽ സർവ്വ സോഷ്യൽ മീഡിയയിലും ലാലേട്ടന്റെ ചെവിയിൽ അന്നേരം ചെല്ലില്ലേ ബിഗ് ബോസിന്റെ അവര് പറയുന്നുണ്ട് ഇതൊരു ക്യൂരിയോസിറ്റി ഉളവാക്കുന്ന ഷോയാണ്, കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് തീർത്ത് പറയുന്നു. ലാലേട്ടൻ പറയുന്നു അതിന്റെ പ്രൊമോസ് എല്ലാം അങ്ങനെയാണ്, വാഴകളെ എല്ലാം കൂമ്പൊടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. രേണുസുതി ഈ വീഡിയോ ഇട്ടപ്പോഴാണ് ലാലേട്ടൻ എടുത്ത് കുടഞ്ഞത്. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. എലിമിനേഷൻ റൗണ്ടിൽ വന്നു. ബിഗ് ബോസിൽ പോകുന്നോന്ന് രേണുസുതിയോട് ഇതിനായിട്ട് മുമ്പേ ചോദിച്ചപ്പം ബിഗ് ബോസിൽ പോകുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു ആരും വിളിച്ചിട്ടില്ല, വിളിച്ചാൽ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞത്. കാര്യം ബിഗ് ബോസിന്റെ റൂൾ അതാ, അതിനൊന്നും തെറ്റ് പറയാനില്ല. ഇവരെങ്ങനെങ്കിലുമൊക്കെ അതിനകത്ത് പോയി വെളിയിൽ നടന്ന ഇവരുടെ ഒരു രീതി വെച്ചിട്ട് ബിഗ് ബോസിനകത്തേക്ക് ആൽബത്തിൽ അഭിനയിച്ചും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് വിളിച്ചു പറഞ്ഞും വഴക്കിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് നല്ല സ്വഭാവം കാണും, പക്ഷെ അതിനപ്പുറം നമ്മുടെ മലയാളികൾ എപ്പോഴും ഈ നെഗറ്റീവ്സ് ആണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന ഒരു ലേഡിയാണ് രേണുസുതി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഇതിന്റെ ഫുൾ വീഡിയോ കൂടെ ബാക്കിയോടെ കാണാം. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെ വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രം. സുധിച്ചേട്ടന് മോളിൽ ഇരിക്കുന്നു, ഞാൻ താഴെ ഉണ്ടെന്നും പറഞ്ഞാൽ കയറിപ്പോയത്. ഇപ്പം മോളിൽ ഇരിക്കുന്ന സുധിച്ചേട്ടനും പറയുന്നു, ഇടി നീ എന്തൊരു വൃത്തിയുടെ അടി കാണിച്ച ലാലേട്ടൻ ചെയ്യുന്ന ഷോയ്ക്ക് എന്ന് പറഞ്ഞു കാണും. എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എന്തോ പറഞ്ഞാലും ഞാൻ ജിയോയുടെ ഹോട്ട്സ്റ്റാർ ഞാൻ എടുത്തിട്ടുണ്ട്. ഹോട്ട്സ്റ്റാറില് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വോട്ടിങ്ങിന്റെ ഹോട്ട്സ്റ്റാറില് നമ്മളെ SMS മാതിരിയൊന്നും അല്ലല്ലോ വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചർ കാണും, നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം രേണുസുദീന് സത്യം പറഞ്ഞ വോട്ട് കൊടുത്തു. കാര്യം അങ്ങനെയല്ല, എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോകുന്ന പോട്ടെ. എനിക്ക് ഇതിനകത്തിലെ നമ്പർ 1 കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ്. അനീഷ് ഫുള്ള് ടാറ്റിക്സുമായിട്ടാണ് കയറിയിരിക്കുന്നത്. അനീഷിനെ അവിടെയുള്ള 99% ആൾക്കാർക്കും വെറുപ്പാണ്. ലാലേട്ടന്റെ അടുത്ത് ഇവര് വിചാരിച്ചത് എല്ലാരും എതിർപ്പ് അനീഷിനോട് ആക്രോശിച്ച് ചെല്ലുന്നു. അനീഷ് ബുദ്ധിപൂർവ്വം ഒരു ഗ്ലാസും പിടിച്ച് തെക്കോട്ട് നടക്കും, വടക്കോട്ട് നടക്കും, കിഴക്കോട്ട് നടക്കും, പടിഞ്ഞാറുണ്ട്. ഇതാ അനീഷിന്റെ ഡ്രാമ. അനീഷ് ഭയങ്കര കണ്ണിങ് വേയിലാണ് അനീഷ് കളിക്കുന്നത്. അനീഷ് ചെന്ന് ട്രിഗർ ചെയ്ത് അവരെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവരങ്ങോട്ട് പ്രൊവോക്ക് ആവുന്ന സമയത്ത് അനീഷ് പതുക്കെ നടന്നു തുടങ്ങും. എന്നിട്ട് അവര് ഒന്ന് ഡൗൺ ആകുമ്പോൾ വീണ്ടും പോയി ഞാൻ കണ്ടതാണ് ഉറങ്ങുന്നത് എന്നും പറഞ്ഞ് വീണ്ടും പോകും. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിൽ ഓരോ ഡയലോഗും ഇങ്ങനെ വിടും. രേണുസുതിക്ക്
പോകുന്നതിന് മുമ്പ് ചേച്ചിയും വീട്ടിൽ ഇരുന്ന് ഇപ്പോ അച്ഛനും അമ്മയും കൂടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അവള് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ കാണിക്കുന്നില്ല, പോട്ടെ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന പെടട്ടെ. നമ്മള് ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പം ഇതിനകത്തില് ഓരോ ഇതിലും എടുത്ത് അനലൈസ് ചെയ്ത് ഒരു ഓരോരുത്തരെയും കുടയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ചുമ്മാതിരിക്കുന്നവരെ വാഴകൾ എന്നാ പറയുന്നത്. അത് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞില്ല, പക്ഷെ നമുക്കറിയാം ആരൊക്കെയാണ് ഇതിനകത്ത് വാഴകൾ എന്ന്. കിച്ചണിൽ പോകുന്നവർക്ക് വലിയ റോള് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ആ ഡ്രോയിങ് സൈഡ്, ആ ഫ്രണ്ട് സൈഡൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, അവർക്ക് ഐഡിയാസ് ഉണ്ടാക്കാം. കിച്ചണിൽ നിൽക്കുന്ന ഒനിയില്, അതുപോലെ ജസയില് ഒക്കെ, അവരൊക്കെ ഈ നിൽക്കുന്ന ആ ടീമുണ്ടല്ലോ, പിന്നെ ശൈത്യാകാൻ തോന്നുന്നു. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാല് പരിമിതം, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ടൈമിന് കൊടുക്കണം, അല്ലെ അതും കംപ്ലൈന്റാ. പിന്നെ കിച്ചണിൽ ചെന്ന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളി ഇടാൻ പറയുന്നത് ഉള്ളി ഇട്ടില്ല, ഉപ്പിടാൻ പറഞ്ഞ് ഉപ്പിട്ടില്ല. പിന്നെ ഓരോന്നും പറഞ്ഞ് ബിൻസിയായിട്ട് അവിടെ കിടന്ന് അപ്പാനിശാരത്തിന്റെ വഴക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങോട്ട് എടാ പോടാ നീ വിളിയിട്ടുണ്ട്. ലാലേട്ടൻ പറഞ്ഞു അതൊന്നും ഇതിനകത്തിൽ വേണ്ട, നിങ്ങള് ടാസ്ക് എടുക്കുക, ടാസ്ക് ചെയ്യുക, ഓരോരുത്തരും ഓരോ കോണ്ടന്റ് ചെയ്യുക. അന്നേരം പറഞ്ഞു ഞങ്ങള് എല്ലാരും അക്ബർ പറഞ്ഞതാണ് ലാലേട്ടനോട്, ഇതിനകത്തിലെ എല്ലാവർക്കും അനീഷിനോട് എതിർപ്പാണ്. ശരിക്കും പറഞ്ഞാൽ അനീഷ് വിജയിച്ചു. അനീഷ് ഇനിയും ക്യാപ്റ്റൻസിന്ന് പോയാൽ പോലും അനീഷ് അടുത്ത തന്ത്രം എടുത്ത് ക്യാപ്റ്റനെ കടത്തിവിട്ട് കയറി വരുന്ന ദിവസങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ അനീഷ് ഔട്ടായില്ലെങ്കിൽ ഏതാണ്ട് ഫൈനൽ കണ്ടസ്റ്റന്റ് ആവും, ഒരു തർക്കവും ഇല്ല. കാര്യം അവൻ കളിക്കുന്നത് കളി എല്ലാവർക്കും അവനെ വെറുപ്പിച്ച് നിർത്തുന്നത്, അവന് സ്നേഹമുള്ളവരാണ്, അവൻ ഒരു പാവം പിടിച്ചവനാണെന്ന് കാണുമ്പോഴാണ്. പക്ഷെ ലാലേട്ടൻ പറഞ്ഞ പോയിന്റ് അവന് തലയിൽ കയറിയിട്ടുണ്ട് 100%. ബാക്കിയുള്ളവർക്കൊക്കെ 50-60 ആയിട്ടുള്ളൂ. അവ ഈ പ്രശ്നം അങ്ങനെ ഓമനപ്പേര്, പുകഞ്ഞ പള്ളി പുറത്ത്, ഇതിനകത്ത് എല്ലാം ലാലേട്ടൻ അക്ബറിനെ പിടിച്ച് രേണുസുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞതിന് 7ന്റെ പണി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് പേടിച്ച് വരണ്ട് ഇരിക്കുന്ന ഒരു ഇതാണ്. ഫുഡിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഫുഡൊക്കെ മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഇച്ചിരി കഴിയുമ്പോൾ ഫുഡൊക്കെ കൊടുക്കും. കാര്യം ഇവരെ ഒന്ന് ആദ്യം ഒന്ന് മെരുക്കി ഇതിലേക്ക് കൊണ്ടുവരിക. ഈ കാര്യം ഇന്നലെ എലിമിനേഷൻ ഒരാൾ പോകും, മിക്കവാറും രേണുസുതി ആണോ എന്ന് സംശയമില്ലാതില്ല. കാര്യം രേണുസുതി ചെയ്ത ബിഗ് ബോസിന്റെ നിയമങ്ങൾക്ക് മറ്റുള്ളവർ അകത്ത് കിടക്കുന്ന ഒരു ചെയ്തതിനപ്പുറം ഉള്ള ഏറ്റവും വലിയ തെറ്റാണ്. നമുക്ക് ആ കുട്ടിയോട് അവരോട് സിമ്പതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിയമങ്ങൾക്കപ്പുറം എന്തുവാ മുന്നേ കണ്ട്, എന്തോ അങ്ങനൊരു ചൊല്ലുണ്ടല്ലോ, മുന്നേ പോകുന്ന പശു എന്തോ മുമ്പേ എറിയണം, അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞോട്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ഇതുപോലെ എനിക്ക് മുന്നേ വരും ആഴ്ചകളിലും റെക്കോർഡ് ചെയ്ത് വെച്ച് കാണും, മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെക്കാമല്ലോ. അപ്പൊ ഇത് പിന്നെ എന്റെ കസിനെ ഇനി ഇടല്ലേ, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ രേണുസുതി അതിനകത്ത് പല അഭിനയങ്ങളും ഉണ്ട്. കഴിഞ്ഞ ദിവസം കരയാൻ പോലും അവിടെ ഇടവില്ലെന്നും പറഞ്ഞ് പോയിരുന്നു, ഒറ്റയ്ക്ക് പോയിരുന്നു കരയുന്നു. എന്റെ കിച്ചു മോനെ, എന്റെ പൊന്നു കിച്ചു, ഈ കിച്ചുവിനെ എന്താ കാണിച്ചെന്നുള്ളത്, അവിടെ നിൽക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ അവൻ ജീവനും കൊണ്ട് കൊല്ലത്തിന് പോയത്, അത് പോട്ടെ. അപ്പൊ ഇതിനകത്തിലെ കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ഇതിനകത്തിൽ അങ്ങനെ ഫാനി ശരത്ത്, ഷാനവാസിന്റെ ടാറ്റിക്സ്. ഷാനവാസ് ഈ ഒരു നല്ല ഗെയിം പ്ലെയർ ആണ്. കാര്യം അവനറിയാം അവൻ കുറച്ച് കളിക്കാൻ സാധ്യതയുണ്ട്, അക്ബറും വരും. പിന്നെ ഇതിനകത്തില് എനിക്കറിയത്തില്ല ആര്യൻ, ഇവരൊക്കെ, അതുപോലെ ശൈത്യ, പിന്നെ ഇവരൊക്കെ എന്ത് അവിടെ കോൺട്രിബ്യൂഷൻ, ഒന്നിനും പറ്റത്തില്ല. എനിക്ക് ബഹുമാനമുണ്ട് മുൻഷി രഞ്ജിത്ത്, കരുനാപ്പള്ളിക്കാരനാണ്, തഴവക്കാരനാണ്. പക്ഷെ എനിക്ക് നമ്മുടെ അടുത്ത ഒരു ദേശക്കാരനായതുകൊണ്ട് അയാളോടൊരു താല്പര്യമുണ്ട്. പക്ഷെ പുള്ളി ഒരു സൈലന്റ് മോഡ്. നിങ്ങള് പുറത്താക്കി, അല്ലെങ്കിൽ ആ ടാസ്കിന് വിട്ടു, തല കൊല്ലിക്ക് പുള്ളി പോയെങ്കിൽ ചെയ്യും. പിന്നെ ഇരുന്നിട്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്നിട്ട് ഒരു ന്യായ സംഹിതയൊക്കെ പറയാൻ പുള്ളിക്ക് പറ്റും. പിന്നെ ഒരു വെളി വിട്ട ദിവസം കൊണ്ട് അഭ്യാസ പ്രകടനം 5 മിനിറ്റ് കാണിച്ചിട്ടുണ്ട്, അതേ ഉള്ളു പുള്ളിയുടെ പ്രകടനം. അങ്ങനെ രേണുസുതി എന്താ കാണിച്ചേക്കുന്നത്? രേണുസുതി അതിനകത്ത് എന്ത് കോണ്ടന്റാ ചെയ്തേക്കുന്നത്? ഒരു കുന്തവും ചെയ്തിട്ടില്ല. പിന്നെ റന ഫാത്തിമ,
അത് നല്ല ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ അവള് മോങ്ങി. അനുമോക്ക് ഒപ്പം അവള് കരഞ്ഞു തുടങ്ങി ഫുഡിന്റെ പേരില്. എടാ, ഈ ഫുഡിന് അവർക്ക് ഇത് കൊടുക്കാൻ ബിഗ് ബോസിനകത്ത് വരുന്ന ഫുഡ് ഈ 19 പേർക്ക് ഈക്വലായിട്ട് അവകാശമുള്ളതാണ്. അതിനകത്തിൽ ഒരാൾ കഴിക്കണ്ടെന്നോ അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞെന്നും പറഞ്ഞൊന്നും കഴുകാതിരിക്കേണ്ട ആവശ്യമില്ല. മോങ്ങി. ഈ കരച്ചിലും സെന്റിമെന്റ്സിലും ഇതിനകത്ത് ഒരു കാര്യമില്ലേ. പബ്ലിക്കിന്റെ വോട്ട് കിട്ടാനാണെങ്കിൽ അതിലൊന്നും കൊണ്ട് കാര്യമില്ല. ടാസ്കിൽ ഒന്നാമത് വന്നാൽ മാത്രമേ ഇപ്രാവശ്യം രക്ഷപ്പെടുത്തുള്ളൂ. അല്ലാതെ മുൻ വർഷങ്ങളിലെ മാതിരി ഈ പ്രണയം നടിച്ച് കഴിഞ്ഞ നമുക്കറിയായിരുന്നു ഇതിനകത്തിൽ വന്ന ആ, മറ്റേ ഇവരുടെ പ്രേമം നമുക്കറിയായിരുന്നു. പേര് ഞാൻ പറഞ്ഞു. അപ്പം പിന്നെ അവരുടെ പ്രേമം തന്നെയായിരുന്നു അത്. ഏഷ്യാനെറ്റ് അങ്ങ് ബിസിനസ് ആക്കി എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തിലും ചില പ്രണയങ്ങൾ മുക്കിടുന്നുണ്ട്, ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അവന് നെവിനാണ് ടിൻസിയോട് തുറന്നു പറഞ്ഞു, ഞാൻ നിന്റെ എല്ലാം മനസ്സിലാക്കി, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഉടക്കുന്നുമുണ്ട്. അപ്പൊ അവന് ഈ പിന്നെ ഈ പ്ലേ ആണോ ഇതെന്ന് അറിയത്തില്ല. ഗെയിമിന്റെ ഈ ഒരു ഭാഗമായിട്ടായിരിക്കും ഇതിനകത്ത് പറയുന്ന ഒറിജിനൽ പ്രേമമാണേലും വിശ്വസിക്കത്തില്ല. അതാണ് ഇപ്പോഴത്തെ ഇതിന്റെ സ്ഥിതി. പിന്നെ മറ്റ് കണ്ടസ്റ്റൻസ് എന്താ പറയണ്ടേ, കുറച്ചു പേര് ഈ അക്ബർ, അപ്പാനി ശരത്ത്, അനീഷ്. അനീഷ് നമ്പർ 1 പ്ലെയർ. പിന്നെ എന്താണ് ഈ കുറച്ച് പേരുണ്ട്, ഒന്നിനും ഇല്ല. ആദില, നൂറ, ഇവരൊക്കെ അവര് ഒരു വലിയ രീതിയിലൊരു കോൺട്രിബ്യൂഷൻ അവർക്കൊന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ നിവിന് 8ന്റെ പണി കിട്ടിയേക്കാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഇതിനകത്തില് ഇങ്ങനെ ഇതുണ്ട്. പിന്നെ അയൽക്കൂട്ടം ഉണ്ടാക്കുന്നു പറഞ്ഞ് ഇടി പൊടി വീണ് വേണ്ട ഇങ്ങനൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ഓരോരുത്തരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ പറഞ്ഞതാണ് PR വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. PR വർക്ക് ചെയ്യുന്ന ഈ ബിഗ് ബോസിലെ കാര്യങ്ങൾ എടുത്ത് സമ്മാനമാടാൻ ശ്രമിക്കുന്നവർക്ക് ഒരു താക്കീതൂടെ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് വേണം. അതിന്റെ ക്ലിപ്പുകളും അതിന്റെ മറ്റ് പരിപാടിയൊക്കെ എടുത്തിട്ട് PR വർക്ക് ചെയ്ത് ആരെയും ജയിപ്പിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് തെറ്റി. നമുക്ക് റിയാക്ട് ചെയ്യാം. നമ്മൾ ലൈവ് വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ പ്രോഗ്രാം കണ്ടിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനും നമ്മൾ അതിൻ്റെതായിട്ടുള്ള മര്യാദകളും എല്ലാ നിയമങ്ങളും പാലിച്ച് വേണം ചെയ്യാൻ. ഇതിനപ്പുറം കുറെ പേര് ഇതിന്റെ PR വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം അത് പൊങ്ങി വരുന്നുണ്ട്. അക്ബറിന്റെ ഒക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരത്തിനും അല്പസ്വല്പം ഉണ്ട്, PR വർക്കും ഉണ്ട്, കാണുന്നുണ്ട്, വെളിയിൽ കാണുന്നുണ്ട്. അതൊക്കെ വരട്ടെ, വരും ആഴ്ചകളിൽ ഇതൊക്കെ ഒരു സ്ട്രോങ് ആയി വരത്തുള്ളൂ. പിന്നെ ലാലേട്ടൻ ചെയ്ത ഏറ്റവും വലിയൊരു സസ്പെൻസ് കാര്യമാണ് ഒരു വൈൽഡ് കാർഡ്. എന്ത് നമ്മൾ വിചാരിച്ച ആരുടെ കൈക്ക് പിടിച്ച് കൊണ്ടുവരുമെന്ന്. പട്ടിയെ കൊണ്ടുവരുന്ന മാതിരി ഒരു റോബോട്ടിനെ കൊണ്ടുവന്നു. ഈ റോബോട്ട് എന്താ നമസ്കാരം പറയുന്നു. അതിന്റെ സ്പീച്ച് ഒന്നും കേട്ടില്ല. അത് സംസാരം ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഇതുവരെ ഒരു ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഈ റോബോട്ടിനെ വെച്ച് AI കാലമാണ്. ഇനി റോബോട്ടിനെ വെച്ച് ചില കളികൾ ലാലേട്ടൻ പറഞ്ഞേക്കുന്ന റോബോട്ട് ബിഗ് ബോസിനുള്ളിലെ ഹൗസിനുള്ളിൽ കയറും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കയറുന്ന പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവർ ചില പ്രോഗ്രാംസ് ചെയ്തായിരിക്കും വിടുന്നത്. ഓരോ കണ്ടസ്റ്റന്റിനോടും ഓരോ രീതിയിൽ എന്തെങ്കിലും ഡീൽ ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ ആയിരിക്കും റോബോട്ട് വരുന്നത്. റോബോട്ടിന് പേരിടാൻ വേണ്ടി എല്ലായിടത്തും ലാലേട്ടൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനൊരു 11-ാം തീയതി വരെ അങ്ങനെ അങ്ങോട്ട് സമയം പറഞ്ഞേക്കുന്നത് അല്ലേ, അങ്ങനെ തോന്നുന്നു. അടുത്ത ദിവസങ്ങളിലാണ് എല്ലാവരും നിങ്ങൾ പേരിടുക. നമ്മൾ കൊടുക്കുന്ന ഒരു പേര്, ഞാനും ഒരു പേര് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു പേര് വരികയാണെങ്കിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റിന്റെ അല്ല, ലാലേട്ടൻ അത് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷവും അഭിമാനമാണ്. അതുകൊണ്ട് എല്ലാവരും അതിലൊക്കെ സഹകരിക്കുക. നമുക്ക് വൈകിട്ടത്തെ ഇലുമിനേഷനിലേക്ക് നമുക്ക് ആരാണ് ഔട്ടാകുന്നത്, എല്ലാവർക്കും നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട്. ഞാനും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്നലെ എനിക്ക് ഫുൾ എപ്പിസോഡ് ഒന്നും കാണാൻ പറ്റിയില്ല, ഞാൻ ഇത്തിരി തിരക്കായതുകൊണ്ട്. പക്ഷെ എന്നാലും കണ്ടതൊക്കെ ലാലേട്ടന്റെ ഗംഭീരമായിട്ടുണ്ട്. ഓരോ കണ്ടസ്റ്റന്റിനെയും, അതുപോലെ തന്നെ ഷാനവാസിന്റെ കാര്യത്തില്, ഷാനവാസ് നല്ലൊരു പ്ലെയർ ആണ്. ഷാനവാസിന് ആരോഗ്യ പ്രശ്നമുണ്ട്.
അപ്പൊ അവരുടെ ഇവര് പിന്നെ ബിഗ് ബോസിലെ ഇവരുടെ എല്ലാ വീട്ടുകാരുമായിട്ട് ഓരോ സെക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഓഫീസ് സെക്ഷനില് വീട്ടുകാരുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ, വീട്ടിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ, ഇവരുമായിട്ടുള്ള, അപ്പൊ ഇവരുമായിട്ടുള്ള ഒരു ഇതിൽ പറഞ്ഞേക്കുന്നത് ഷാനവാസിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് പറയുന്നില്ല, എന്തോ ആയിക്കോട്ടെ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളയാളാണ്, മെഡിസിൻ യൂസ് ചെയ്ത ആളാണ്. പിന്നെ അതുകൊണ്ട് ഉറക്കം കൂടുതൽ കളയരുത്, വലിയ കായിക അഭ്യാസങ്ങളൊന്നും വരരുത്. അപ്പം ലാലേട്ടൻ പറഞ്ഞു ഇനി അങ്ങോട്ട് ഫിസിക്കൽ പരിപാടികളാണ്, മെന്റൽ പരിപാടികളൊക്കെ ഈ വാഗണ്ടുള്ള പരിപാടികളും ഒക്കെ ഈ ആഴ്ച കൊണ്ടൊക്കെ തീരും. അടുത്ത ആഴ്ച മുതൽ ഫിസിക്കലി ആയിരിക്കും മിക്കവാറും അടി നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ശരി, ഷാനവാസിന്റെ വീട്ടുകാരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ബിഗ് ബോസിൽ ഇങ്ങനൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. ബിഗ് ബോസില് ആഴ്ചകൾ കഴിഞ്ഞ് കരഞ്ഞു കൂവി, നമുക്കറിയാം പലരും അങ്ങനെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി സിമ്പതി തോന്നിയൊക്കെയാണ് ഈ ഫോൺ കണക്ട് ചെയ്യുന്ന വീട്ടുകാരെ. അപ്പൊ ഇപ്രാവശ്യം ആദ്യത്തെ ആഴ്ച തന്നെ എല്ലാവർക്കും അന്തം വിട്ടുപോയ ഒരു പരിപാടിയാണ് ഷാനവാസിന്. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഷാനവാസിന് ഒരു റിലീഫ് ആയിക്കോട്ടെ ഒന്നത്, രണ്ടാമത് വീട്ടുകാർക്കും ഈ അസുഖം ഉണ്ട് എന്ന് പറയുമ്പം വീട്ടുകാരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഒരു ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ വീട്ടുകാർക്കും. അത് രണ്ടും ഉദ്ദേശിച്ചാണ്. മൂന്നാമതൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായോ? എന്താന്ന് വെച്ചാൽ ഇതൊരു മുൻകൂർ ജാമ്യമെടുപ്പാണ് ഏഷ്യാനെറ്റും ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഷാനവാസിന് അസുഖ സംബന്ധമായി ഇവർ ടാസ്ക് കൊടുത്ത് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ കൈ ഒഴിയാം, വെറും സിമ്പിൾ. അതിന് ലാലേട്ടൻ ഈ ഒരു തന്ത്രം, ഏഷ്യാനെറ്റിന്റെ ആ തന്ത്രം ഒരു പരിധിവരെ നല്ലതാണ്. അദ്ദേഹത്തിന് പിന്മാറണമെങ്കിൽ ഇദ്ദേഹത്തിൽ വരുന്നവർക്ക് എങ്ങനെ ഒരാഴ്ച ആയതിൽ പിന്മാറണം എന്നൊക്കെ പറയാൻ പറ്റുമോ? എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, ആദ്യമേ പറഞ്ഞ് ഫിസിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഈ ഇതുണ്ട്, ഫിസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് കയറ്റിയിട്ട് എല്ലാം എഗ്രിയാണ്. ഇപ്പോൾ ഷാനവാസ് പക്ഷേ ഇപ്പൊ നോ ഈസ് ഓക്കെ. പക്ഷെ വരും ദിവസങ്ങളിൽ ഈ ടാസ്ക് ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ അത് ഒഴിവാക്കാനാണ് ഏഷ്യാനെറ്റ് അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. എന്തായാലും വൈകിട്ടത്തെ ഇതില് പിന്നെ പുതിയ ക്യാപ്റ്റൻസി അക്ബറാണ്. അതുപോലെ ആരിന്ന് ഔട്ടാകും എന്ന് നമുക്ക് വൈകുന്നേരം വരെ കാത്തിരിക്കാം. രേണുസുധീനും ഒക്കെ, അതുപോലെ മുൻഷി രഞ്ജിത്ത്, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ശൈത്യ, ഇങ്ങനെയൊക്കെ ആരൊക്കെയോ ഇങ്ങനെ മണക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് വൈകുന്നേരം വരെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.